ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ മൂകാംബിക മുരുടേശ്വരി യാത്രയാണ്. ഞങ്ങൾ സൺഡേ ആണ് പോയത്. ഉച്ചയ്ക്ക് 2:30 മാംഗ്ലൂർ എക്സ്പ്രസ്സിലാണ് പോയത്. വൈകുന്നേരം നേത്രാവതി ഉണ്ടായിരുന്നു 6:30. പക്ഷേ 12:30 രാത്രി എത്തുന്നതുകൊണ്ട് നമ്മൾ മാംഗ്ലൂർ എക്സ്പ്രസ്സിലാണ് പോയത്. ഞാനും ഹസ്ബൻഡും മോളും മാത്രമാണ് പോയത്. ട്രെയിൻ കൃത്യം 5 മണിക്ക് മാംഗ്ലൂരിൽ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോയിലാണ് നമ്മൾ മാംഗ്ലൂർ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയത്. അവിടെ നിന്ന് ബസ് വഴിയാണ് മൂകാംബികയിലേക്ക് പോയത്. 3 മണിക്കൂറുണ്ട് മൂകാംബികയിലേക്ക് മാംഗ്ലൂർ ബസ് സ്റ്റോപ്പിൽ നിന്ന്. സൺഡേ ആയതുകൊണ്ട് അവിടുന്ന് ഡയറക്റ്റ് ബസ്സില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഉടുപ്പി കുണ്ടപ്ര എന്നൊരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ് കയറിയിട്ട് സർക്കിളിൽ ഇറങ്ങി 8:30ക്ക് അവിടുന്ന് മൂകാംബികയിലേക്കുള്ള ഡയറക്റ്റ് ബസ് കിട്ടി. ഏകദേശം 10 മണിക്കൂടെ നമ്മൾ അവിടെ മൂകാംബികയിലെത്തി. റൂം അവിടുന്ന് ചെന്നിട്ടാണ് എടുത്തത്. 800 റുപ്പീസിൻ്റെ റൂമായിരുന്നു നമുക്ക് കിട്ടിയത്. നല്ല റൂമായിരുന്നു. ഡിസംബർ വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് റഷാണ്. റൂമിനെല്ലാം വെക്കേഷൻ ആയതുകൊണ്ട് റൂമിനെല്ലാം ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ 800 റുപ്പീസാണ് റൂം നമ്മൾ കിട്ടിയത്. അപ്പോൾ രാവിലെ കുളിച്ച് നമ്മൾ രാവിലെ സൗപർണിക നദിയിൽ പോയി കാലുമുഖമെല്ലാം കഴുകി അടുത്ത ഗണപതിയെ കണ്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് മൂകാംബികയിലേക്ക് പോയത്. അപ്പോൾ രാവിലെ മുള അരിയിലെഴുതിക്കാനുണ്ടായിരുന്നു. 200 റുപ്പീസാണ് അരിയിലേതിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കാണാം. അരിയിൽ എഴുതി കഴിഞ്ഞാൽ അവിടെ നടയിൽ ശീവേലി ഉണ്ടായിരുന്നു. ഭഗവാന്റെ രഥയാത്ര ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞാണ് നമ്മൾ ദേവിയെ കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ പൂജയെല്ലാം കഴിഞ്ഞ് നമ്മൾ തൊഴുത് ഭഗവാനെ തൊഴുത് പിന്നെ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. പായസം ഉണ്ടായിരുന്നു. അത് കഴിച്ച് നമ്മൾ മൂകാംബികയിൽ നിന്ന് മടങ്ങി 3 മണിയോടെ നമ്മൾ മൂകാംബിക ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ നിന്ന് ബേത്തൂരിലേക്കുള്ള ബസ് സ്റ്റോപ്പിൽ കയറി. അപ്പോൾ നമുക്ക് മുരുടേശ്വർ പോകേണ്ട ബസ് നമുക്ക് പിന്നെ ബേത്തൂർ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് കിട്ടിയത്. അവിടെ നിന്ന് നേരെ നമ്മൾ മുരുടേശ്വരിലെത്തി. വൈകുന്നേരം ഒരു 4:30 നമ്മൾ മുരുടേശ്വരിലെത്തിന്. അവിടെ നിന്ന് മുരുടേശ്വർ ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ ഒരു ഡയറക്റ്റ് ഓട്ടോ പിടിച്ചിട്ട് മുരുടേശ്വരിലെത്തി. അപ്പോൾ ലഗേജെല്ലാം വെക്കാൻ നമുക്ക് അവിടെ അമ്പലത്തിൽ തന്നെ സൗകര്യം ഉണ്ടായിരുന്നു. ആ ലഗേജെല്ലാം നമ്മളവിടെ അമ്പലത്തിൽ വെച്ച് പിന്നെ കുറേ ഒരുപാട് ആളുണ്ടായിരുന്നു മുരുടേശ്വരിൽ. ഈവനിങ്ങിൽ കുറേ ആളുണ്ടായിരുന്നു. അപ്പോൾ മുരുടേശ്വരിൽ മൊത്തം നമ്മൾ തൊഴുത് കുറേ ക്യൂ ഉണ്ടായിരുന്നു. നിന്ന് തൊഴുത് എല്ലാ ഭഗവാനെ ഒരു 2-3 മണിക്കൂർ നമ്മൾ തൊഴുത്. അപ്പോൾ രാത്രി നല്ല ഭംഗിയാണ് മുരുടേശ്വരം കാണാൻ. അവിടെ പുറത്ത് ഇഷ്ടംപോലെ ഭക്ഷണത്തിൻ്റെ ഉണ്ടായിരുന്നു. നമ്മളവിടെ നിന്നൊരു ഭക്ഷണം കഴിച്ച് നമ്മളവിടെ നിന്ന് മടങ്ങി ഓട്ടോയിൽ നിന്ന് പിന്നെ മുരുടേശ്വർ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് കണ്ണൂരേക്ക് ട്രെയിൻ 2:30 ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ട്രെയിൻ ഒന്ന് ശ്രദ്ധിക്കണം. നേത്രാവതി 2 എക്സ്പ്രസ് ഉണ്ട്. ഒന്ന് ബോംബെയിലേക്ക് പോകുന്ന അതേ സമയം 2:30 രാത്രി 2:30 അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ കണ്ണൂരേക്കുള്ള ട്രെയിനിൽ ആ സമയത്ത് തന്നെ ബോംബെയിലേക്ക് തന്നെ നേത്രാവതി ഉണ്ട്. അത് മാറിപ്പോകരുത്. അപ്പോൾ നമ്മൾ അങ്ങനെ മടങ്ങി നമ്മൾ സന്തോഷത്തോടെ നാട്ടിലെത്തി.